ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങിലായിട്ട് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് തരാൻ പോവുകയാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും താഴെ പോയിട്ട് കമന്റ് ചെയ്തോ, പെട്ടെന്ന് കമന്റ് ചെയ്തോ. അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടായാലും കമന്റ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചേക്കണേന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് എന്തോ വലിയൊരു മാരകമായ പാടായിട്ടുള്ളൊരു സംഭവമാണ്. ശരിയാണ്, പാടായിട്ടുള്ള സംഭവമാണ്. എഡിറ്റിംഗ് ചെയ്യുന്ന ഫോണിൽ മാത്രമല്ല, പി സിയിലും എല്ലാം, ലാപ്പിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ആപ്പ് ഉണ്ട്, ഡാവിൻസി റിസോൾവ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിലൂടെ ടിപ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാൻ പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ക്ഷമ. മസ്റ്റായിട്ട് വേണ്ട ഒരേ ഒരു കാര്യമാണ് ക്ഷമ. ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ചെയ്യണം. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അത്രയും കോൺസെൻട്രേഷൻ ചെയ്യണം. നമ്മൾ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ കുറച്ച് പാട്ടൊക്കെ ആയിട്ട് ചില്ലൊക്കെ എഡിറ്റ് ചെയ്യാം. എല്ലാം ചില്ലാണ്, പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധ എടുത്ത് ചെയ്യുക. ഓവറായിട്ട് അഡ്ജസ്റ്റ്മെന്റ്, ചവറ് മറ്റേ ബംഗാൾ പ്രദേശത്ത് ഇവിടെ കാണുന്ന ഈ ഒരു പിക്ക് ഉണ്ട്, ഇങ്ങനത്തെ ഒരു പിക്ക് പോലെ ഒന്ന് എഡിറ്റ് ചെയ്ത് ആരും വയ്ക്കല്ലേ. എല്ലാരും പറയും ആടാ ഫോട്ടോ ഒന്ന് കുറച്ച് വെളുപ്പിച്ച് ആടാ. ആവശ്യത്തിനുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രം വീഡിയോയിലേക്ക് കൊടുക്കുക. കുറച്ച് കളർ ഗ്രേഡിങ്, കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം. നമുക്കൊരു ഇമേജ് കാണുമ്പോൾ നമുക്ക് തോന്നും, ഈ ഒരു റെഫറൻസ് ഇമേജ് നമ്മൾ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇമേജ് എങ്ങനത്തോളം ഭംഗിയാവും, എന്തൊക്കെ കൊടുത്താൽ ഭംഗിയാവും നമുക്ക് അറിയായിരിക്കും. പക്ഷെ അത് മാത്രം ചെയ്യുക. ആസ് എ ബിഗിനർ, ഞാൻ ഫുൾ പ്രോ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് പണ്ടോട്ടെ എഡിറ്റിംഗ് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കാണിക്കുന്ന കുറെ തെറ്റുകളും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലെസൺസ് ആയിട്ട് പറഞ്ഞു തരുന്നത്. വീഡിയോ എടുക്കേണ്ട രീതി ഞാൻ കൂടെ പറഞ്ഞു തരാണ്. എപ്പോഴും ലെൻസ് ക്ലീൻ ചെയ്തിട്ട് ഒരു ചെറിയൊരു ക്ലോത്ത്, അതായത് ഒരു സ്ക്രബൊന്നും സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത ഒരു ക്ലോത്ത് എടുത്തിട്ട്, നമ്മൾ ഈ കണ്ണാടിയൊക്കെ തുടക്കൂലേ, ആ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് നൈസായിട്ട് ബാക്ക് ഒന്ന് റബ്ബ് ചെയ്യണം. അതായത് ഫ്രണ്ട് ക്യാം ആണെങ്കിൽ ഫ്രണ്ട്, ബാക്ക് ക്യാം ആണെങ്കിൽ ബാക്ക്, അതൊന്ന് നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്യണം. അപ്പൊ ഡസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ കൈ കൊണ്ട് പിടിച്ചിരിക്കുന്ന ഡസ്റ്റ് കാര്യങ്ങൾ അതെല്ലാം മാറും. അപ്പൊ കുറച്ചും കൂടെ നമുക്കൊരു മങ്ങിയൊരു ക്ലാരിറ്റി, അതായത് ഇപ്പോൾ ഡസ്റ്റ് ഒക്കെ പിടിച്ച ഒരു മങ്ങിയൊരു ഫിൽട്ടർ ആയിരിക്കും നമ്മളെ മുഖത്തും ആ ഒരു കാര്യങ്ങളിൽ കാണുന്നത്. പക്ഷെ നമുക്ക് ഈ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ വീഡിയോ കുറച്ചും കൂടെ ഭംഗിയാണ്. ആ ഒറിജിനാലിറ്റി അതേപോലെ കീപ്പ് ചെയ്യാനും നമുക്ക് പറ്റും. നമ്മളൊരു ഫോൺ, അതായത് ഇപ്പം അതിന് നല്ല ഐഫോൺ കാര്യങ്ങളൊന്നും വേണമെന്നൊന്നും ഇല്ല. നമ്മളുള്ള ഫോൺ അത്രയും സെറ്റായിട്ട് എടുത്തിട്ട് കുറച്ച് ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത്, ബ്രൈറ്റ്നസ് കൂട്ടേണ്ട സ്ഥലത്ത് കുറച്ചൊന്ന് പൊടിക്ക് കൂട്ടി, ബ്രൈറ്റ്നസ് കുറയ്ക്കേണ്ട സമയത്ത് കുറച്ചൊന്ന് പൊടിക്ക് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ സെറ്റ് ആയിരിക്കും. കുറച്ചും കൂടെ ഔട്ട്പുട്ട് നന്നായിട്ട് കിട്ടും. എപ്പോഴും ഹൈ റെസൊല്യൂഷനിൽ തന്നെ വീഡിയോ എടുക്കുക. ഐഫോൺ കാര്യങ്ങളുള്ള iOS ആണെങ്കിൽ നമ്മൾ എപ്പോഴും 4K 60 FPS തന്നെ വീഡിയോ എടുക്കണം. എന്നിട്ട് അതിനെ നമ്മൾ എല്ലാവരും വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഐഫോൺ എടുത്തിട്ട് എന്തോ ഒരു ഔട്ട്പുട്ട് കിട്ടില്ല എന്നാണ് നമ്മൾ ഇപ്പം ഫസ്റ്റ് ദിവസം തിങ്ക് ചെയ്യാൻ പോകണതാണ് ഈ സ്റ്റോറേജ്. 4K സ്റ്റാർട്ട് ചെയ്ത ഒരു 20 FPS ചെറിയൊരു മങ്ങൽ ഇതിൽ കാണും. കാരണം ഇതിൽ 4K ആണ് സ്റ്റാർട്ടിങ് സംഭവം. സോ അതുകൊണ്ട് മങ്ങൽ ചെറിയൊരു ഇത് കാണാം, ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. പിന്നെ നിങ്ങൾ എഡിറ്റിംഗ് ആപ്പ് കയറുമ്പോൾ ക്യാപ് കട്ടൊക്കെ പോലത്തെ ആപ്പൊക്കെ ആണെങ്കിൽ, സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ ഒരു 1080p ഇട്ടിട്ട് ഒരു കുറച്ചൊരു നല്ലൊരു ഫ്രെയിം റേറ്റ് ഇട്ടിട്ട് ഒരു HD കൺവേർട്ട് ചെയ്ത് എടുത്താൽ നല്ല ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടണം. അത് ഒരിക്കലും 4K ഇട്ടിട്ട് എടുക്കില്ലെങ്കിൽ അതിൽ കുറച്ച് ഷാർപ്പ്നെസ് ഒരുമാതിരി സാധനങ്ങളൊക്കെ വരും. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് നമ്മുടെ വീഡിയോയിലും എഡിറ്റിങ്ങിലും എല്ലാത്തിലും വരേണ്ട സാധനം. സോ അതുകൊണ്ട് അതിലൊരു ഭംഗി വരുത്തിയാൽ നമുക്ക് കുറച്ചും കൂടെ വീഡിയോ കാണാൻ അടിപൊളിയായിരിക്കും. എപ്പോഴും ഒരു നല്ലൊരു രസമായിരിക്കും. വീഡിയോ കണ്ടിരിക്കണം. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൗണ്ട്, EFX ഒക്കെ കേൾക്കുമ്പോഴാണ് എല്ലാവരും യൂഷ്വലി പെട്ടെന്ന് കാണും. നല്ലൊരു എഡിറ്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നതിന്റെ മെയിൻ കാരണം അതിലുള്ള മ്യൂസിക് എഫക്റ്റും അതേപോലെ തന്നെ അത് ചെയ്തു വെക്കണം. നമ്മളിപ്പോ ഒരു അടിപൊളി ഒരു ബിൽഡിങ് കെട്ടിപ്പൊക്കി, എന്നിട്ട് അതിനെ പെയിന്റ് അടിക്കാതിരുന്ന അതിന്റെ ഭംഗി അത് നമുക്ക് എക്സ്പ്രസ് ആവാൻ കാണൂല. ഈ പെയിന്റ് അടിക്കാതിരുന്ന അതിന്റെ ഭംഗി നമുക്കറിയാനും പറ്റൂല. പെയിന്റ് അടിച്ച്, അതായത് പെയിന്റ് ചെയ്യുന്ന കുറെ കോട്ട് ഉണ്ടല്ലോ, ഫസ്റ്റ് കോട്ട്, സെക്കൻഡ് കോട്ട്, തേർഡ് ലെയർ, ഫോർത്ത്, അങ്ങനെ കുറെ ലെയേഴ്സ് ഉണ്ടല്ലോ ചിലവരടിക്കും നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഫിൽട്ടർ, എഫക്ട്സ്, മ്യൂസിക്, കട്ട് ആൻഡ് ക്രോപ്പ് എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എഡിറ്റ് ചെയ്യുക. ആദ്യം ഒരിക്കലും ഒരാൾക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റൂല. അത് ഔട്ട്പുട്ട് ഇതേപോലെ കിട്ടണമെങ്കിൽ മെയിനായിട്ട് കുറച്ച് ടിപ്സ്, ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എഡിറ്റിങ്ങിലോട്ട് സ്റ്റാർട്ടപ്പ്, അതായത് ഞാൻ ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പിംഗ് മെസ്സേജ് മാത്രമാണ് ഈ വീഡിയോയിലൂടെ തരുന്നത്. ഇതൊന്നും പറയാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഡിറ്റിങ്ങിലോട്ട് പോയാൽ ഒന്നും നമുക്ക് സെറ്റ് ആവണമെന്നില്ല. നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് നിങ്ങൾക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ, എങ്ങനെയൊക്കെ ആപ്പ് കൺട്രോൾ ചെയ്യാം, എങ്ങനെയൊക്കെ മ്യൂസിക്, സ്പ്ലിറ്റ്, കട്ട്, ട്രാൻസിഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരും വീഡിയോസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് വലിച്ചു നീട്ടി ലാഗ് അടിപ്പിക്കാനുള്ള അത്യാവശ്യം മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സീ യു ഗൈസ്, ഇറ്റ്സ് മീ ശരത് സൈനിങ് ഓഫ്.